അടുത്തിടെയാണ് രാവണപ്രഭുവിന്റെ 4K പതിപ്പ് റീ-റിലീസ് ചെയ്തത്. വലിയ വരവേൽപ്പാണ് സിനിമാ പ്രേമികൾ ചിത്രത്തിന് നൽകിയത്. എന്നാൽ ചിത്രം ഇപ്പോൾ ഒരു വലിയ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രാവണപ്രഭുവിന്റെ റീ-റിലീസ് പോസ്റ്ററിൽ നിന്ന് ഗാനരചയിതാവായ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേരൊഴിവാക്കിയതാണ് അതിന് കാരണം. ഗാനരചയിതാവ് മനു മഞ്ജിത്താണ് വിമർശനം ഉന്നയിച്ചത്. ചില ഓർമ്മക്കുറവുകൾക്ക് പേര് മറവി എന്നല്ല നന്ദികേട് എന്നാണെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. പുതിയ 4K പതിപ്പിന്റെ പോസ്റ്ററിലേക്ക് പഴയ പേരുകൾ പകർത്തിയെഴുതുമ്പോൾ അതിൽ ഗിരീഷ് പുത്തഞ്ചേരി എന്നൊരു പേര് വെട്ടിക്കളയാനുള്ള ധൈര്യം തോന്നിയത് ആർക്കാണെന്നറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചിത്രത്തിന്റെ പോസ്റ്ററിനൊപ്പമായിരുന്നു മനു മഞ്ജിത്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അതൊക്കെ സമ്മാനിച്ച പ്രതിഭാസം മരിച്ചുപോയെന്നേയുള്ളൂ, മാഞ്ഞു പോയിട്ടില്ല. മനു മഞ്ജിത്തിന്റെ കുറിപ്പിന് പിന്തുണയുമായി നിരവധി പേരെത്തി. പോസ്റ്ററിൽ നിന്നല്ലേ അവർക്ക് വെട്ടിമാറ്റാൻ പറ്റൂ, ലക്ഷക്കണക്കിന് ഹൃദയങ്ങളിൽ നിന്ന് വെട്ടിമാറ്റാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു ഒരു പ്രതികരണം. അദ്ദേഹം ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് തൂക്കിയത് ഈ സിനിമയ്ക്കാണെന്ന് പോലും അവർ അല്പം മറന്നു കാണും. ഇത്രയധികം മനോഹരമായ വരികൾ സമ്മാനിച്ച് അതിലൊരു പാട്ടിന് സ്റ്റേറ്റ് അവാർഡും വാങ്ങിയ മനുഷ്യന്റെ പേര് വിട്ടുപോയതാണോ, കേവലം ശ്രദ്ധക്കുറവ് മാത്രമാണോ എന്നും കമന്റുകൾ വന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ചിത്രം 4K അറ്റ്മോസിൽ എത്തിച്ചത് മാറ്റിനി നൗ ആണ്. സുരേഷ് പീറ്റേഴ്സിന്റെയാണ് സംഗീതം. രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ 2001 ചിത്രം പുറത്തിറങ്ങിയത്. ഇതുപോലുള്ള കൂടുതൽ മൂവി അപ്ഡേറ്റുകൾക്കായി ഈ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.